പെൺമക്കൾ ഉണ്ടായതിന്റെ പേരിൽ മരുഭൂമിയിൽ കഷ്ടപ്പെടുന്ന ഉപ്പമാർ. ആരാണ് ഈ സിസ്റ്റം ഉണ്ടാക്കി വെച്ചത്? ഇത്രയും ഭീമമായ സംഖ്യ കഷ്ടപ്പെട്ടുണ്ടാക്കി, ഇത്രയും ഭീമമായ സ്വർണങ്ങൾ ഉണ്ടായാലേ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിപ്പിച്ച് അയക്കാൻ പാടുള്ളൂ എന്ന സിസ്റ്റം എങ്ങനെ ഉണ്ടായി നമ്മുടെ നാട്ടിൽ? എല്ലാവരും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞു, കല്യാണം പിന്നെ ഡേറ്റ് തീരുമാനിക്കാനിരുന്ന ആ സാധു പറയാണ് ഒരു 6 മാസം കൂടെ വേണം ആ സ്വർണ്ണം ഒപ്പിക്കാനാണ്. പെട്ടെന്ന് ഞങ്ങൾക്ക് പറ്റൂല, ഞങ്ങൾ ഒരുങ്ങിയിട്ടില്ല. എന്തിനാണ് ആ ഒരുക്കം? ഇസ്ലാം പഠിപ്പിച്ച കല്യാണത്തിന് എന്തിനാണ് അത്ര വലിയൊരു ഒരുക്കം? വരനുണ്ട് എങ്കിൽ, പെണ്ണിന്റെ വലിയുണ്ട് എങ്കിൽ, 2 സാക്ഷികളുണ്ട് എങ്കിൽ, ഇതാ എന്റെ മകളെ നിങ്ങൾക്ക് വിവാഹം ചെയ്ത് തന്നിരിക്കുന്നു, ഞാൻ സ്വീകരിച്ചു എന്ന് പറയുന്നതോടുകൂടെ ഇസ്ലാമിലെ വിവാഹം നടന്നു. ഒരു മഹർ നിശ്ചയിക്കണം, അതിന് 10 പവൻ വേണമെന്നില്ല. ചിലർ പറയും 10 പവനിൽ കൂടുതൽ ഇങ്ങോട്ട് കൊണ്ടുവരുത്. എന്തിനാ 10 പവൻ? 10 പവന്റെ ആവശ്യം എന്തിനാണ്? സ്വർണത്തിന്റെ ആവശ്യം എന്തിനാണ്? ഒരാൾ അയാളുടെ മകൾക്ക് നൽകുന്നുവെങ്കിൽ അത് തെറ്റി എന്നല്ലേ ഞാൻ പറഞ്ഞത്. പക്ഷെ സ്വർണം ഉണ്ടെങ്കിലേ വിവാഹമാവുകയുള്ളൂ. അതുകൊണ്ട് സ്വർണത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന പിതാക്കന്മാർ, അവരുടെ പിന്നീടുള്ള ജീവിതം പ്രവാസ ലോകത്ത് തളച്ചിടുന്ന പാവപ്പെട്ട മനുഷ്യന്മാർ, സഹോദരന്മാരെ, ഈ സിസ്റ്റം നമ്മുടെ നാടുകളിൽ നിന്ന് എടുത്തു കളയണം. ഒരു പ്രയാസവുമില്ലാതെ ഉപ്പമാർക്ക് അവരുടെ പെൺമക്കളെ മറ്റൊരാളുടെ കൈകളിൽ ഏൽപ്പിക്കാൻ കഴിയണം. മുസ്ലിം സമൂഹത്തിൽ ആൺകുട്ടികൾക്ക് പറയാൻ കഴിയണം, ഞാൻ അവൾക്ക് മഹർ കൊടുത്തിട്ടുണ്ട്, ഉപ്പ നിങ്ങൾ പ്രയാസപ്പെടേണ്ടതില്ല, നിങ്ങൾ കഷ്ടപ്പെടേണ്ടതില്ല. ഒരു തരി സ്വർണമില്ല എങ്കിലും ഇത്രയും കാലം 18 വയസ്സുവരെ 20 വയസ്സുവരെ എങ്ങനെയാണ് ഉപ്പ നിങ്ങൾ നോക്കിയത്, അതുപോലെ ഞാൻ അവളെ നോക്കും എന്ന് പറയാൻ സാധിക്കണം.